മാർ അന്ത്രയോസ് ബാവയുടെ ജീവിത ചരിത്രം. സിറിയയിൽ നിന്ന് മലങ്കര ദേശത്ത് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുകയും ആത്മീയതയുടെയും സ്നേഹത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും പരിമളം വിതറി ദൈവത്തിങ്കിലേക്ക് ദേശനിവാസികളെ നയിച്ച മാർ അന്ത്രയോസ് ബാവയുടെ ജീവിത ചരിത്രമാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. മാർ അന്ത്രയോസ് ബാവ സിറിയയിലെ തുറബ്ദീനിൽ ജനിച്ച് മെത്രോപോലിത്തയായി ജെറുസലേമിൽ നിന്നും തന്റെ 3 സഹോദരന്മാരായ ജോസഫ്, റംബാൻ, ഗീവർഗീസ് എന്നിവർക്കൊപ്പം AD 1678 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും മുളന്തുരുത്തിയിൽ എത്തിച്ചേർന്നു. മുളന്തുരുത്തിയിൽ താമസമാക്കിയ മാർ അന്ത്രയോസ് ബാവയും സഹോദരന്മാരും അവിടുത്തെ മുളന്തുരുത്തി ദേവാലയത്തിൽ വർഷങ്ങളോളം ആരാധന അർപ്പിച്ചു പോന്നു. എന്നാൽ ബാവയുടെ പ്രാർത്ഥനയും സുവിശേഷ വേലയും തടയുന്നതിനായി തദ്ദേശീയരായ ചില കുബുദ്ധികളായ പ്രമാണികാർ പള്ളിമേടയും നടവാതിലും താഴിട്ട് പൂട്ടി. പ്രാർത്ഥനയുടെ സമയത്ത് വാതിൽ തുറക്കാതിരുന്ന ദേവാലയത്തിലേക്ക് മാർത്തോമനെ വാതിൽ തുറക്ക എന്ന് ബാവ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദേവാലയത്തിന്റെ വാതിൽ തുറക്കുകയും ബാവ അതിൽ കടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. പ്രതികൂല സാഹചര്യം പിന്നീട് നേരിടേണ്ടി വന്ന ബാവയും സഹോദരന്മാരും അവിടെ നിന്ന് വെട്ടിക്കൽ പ്രദേശത്തേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായി യാത്രയാകുവാൻ തീരുമാനിച്ചു. എന്നാൽ ദേവാലയത്തിലെ കൈക്കാരൻ ബാവയുടെ താമസകാലത്തെ ചെലവ് കിട്ടണം എന്ന് ശഠിക്കുകയും ബാവയുടെ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഷീമ കാസ പിടിച്ചു വാങ്ങിയിട്ട് ബാവയെ പോകുവാൻ അനുവദിക്കുകയും ചെയ്തു. ഒരു ദിവസം കൈക്കാരന്റെ മകൻ ബാവയുടെ കാസ ഉപയോഗിച്ച് കളിക്കുമ്പോൾ സർപ്പവിഷമേറ്റ് മരിക്കുവാൻ ഇടയായി. ഈ അനർത്ഥം കണ്ട കൈക്കാരനും ഭാര്യയും ബാവയുടെ ഷീമ കാസ മുളന്തുരുത്തി പള്ളിയിൽ ഏൽപ്പിച്ചു. ഇത് ഇന്നും മുളന്തുരുത്തി പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വെട്ടിക്കൽ എത്തിച്ചേർന്ന മാർ അന്ത്രയോസ് ബാവയും സഹോദരന്മാരും ആ പ്രദേശത്ത് സുവിശേഷം അറിയിക്കുകയും പിന്നീട് ഒരു ചാപ്പൽ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. വെട്ടിക്കൽ പ്രദേശത്തു നിന്നും മാർ അന്ത്രയോസ് ബാവയും സഹോദരന്മാരും പിറവം, കുറുപ്പംപടി, കടുത്തുരുത്തി, കുറമലങ്ങാട് പ്രദേശത്തു കൂടി സഞ്ചരിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ തെക്കേ ദിക്കുകളിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ ക്ഷീണിതനായ ബാവയ്ക്ക് അവിടെ പശുക്കളെ മേയിക്കുന്ന ഒരു വ്യക്തി തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഭക്ഷിക്കുന്നതിന് ചക്കപ്പഴം നൽകിയ ശേഷം മുഖവും കൈയും തുടയ്ക്കുന്നവനായി പഞ്ഞി കൊടുത്ത് ബാവയെ പരിഹസിച്ചു. ബാവ ഇതിനാൽ ദുഃഖിതനായി. ബാവയെ പരിഹസിച്ച വീട്ടുകാർക്ക് പിന്നീട് പറങ്ങിപ്പുണ്ണും ആണിരോഗവും പിടിപെട്ടതായി പറയപ്പെടുന്നു. ഈ കുടുംബക്കാർ പിന്നീട് ബാവയെ കണ്ട് തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുകയും ബാവ അവരോട് ക്ഷമിക്കുകയും ചെയ്തു. ബാവ അവിടെ നിന്ന് വടക്കൻ പരവൂരിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചു. എന്നാൽ യാത്രാമധ്യേ വഴിതെറ്റിയ മാർ അന്ത്രയോസ് ബാവയും സഹോദരന്മാരും മണർകാട് എത്തിച്ചേർന്നു. ഇപ്പോൾ താഴത്തെ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു അരയാൽ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ബാവയെ വെട്ടിക്കുന്നേൽ കുടുംബത്തിലെ ഒരു പിതാവ് കാണുകയും സുറിയാനിയിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. അദ്ദേഹം ഒരു ബാവയാണ് എന്ന് മനസ്സിലാക്കിയ വെട്ടിക്കുന്നേൽ പിതാവ് ദേവാലയത്തിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തറവാടിന്റെ മുകളിലത്തെ നിലയിൽ താമസിപ്പിച്ചു. അക്കാലം അത്രയും ബാവയുടെ ഭക്ഷണത്തിന് പശുവിൻ പാലും പഴങ്ങളും ബാവായിക്ക് വെട്ടിക്കുന്നേൽ കുടുംബം നൽകി. ഇതിൽ സന്തുഷ്ടനായ ബാവ വെട്ടിക്കുന്നേൽ വീട്ടുകാരെ അനുഗ്രഹിച്ചതിനു ശേഷം അവിടുത്തെ ഗർഭിണിയായ മാതാവിനെ വിളിച്ച് ജനിക്കാൻ പോകുന്ന ശിശുവിന് പൗരോഹിത്യവും ശുശ്രൂഷയും നൽകി അവിടെ നിന്നും യാത്രയായി. മാർ അന്ത്രയോസ് ബാവയും സഹോദരന്മാരും മണർകാട്ടിൽ നിന്നും പുത്തങ്കാവിൽ എത്തിച്ചേർന്നു. പുത്തങ്കാവ് ദേശവാസികൾ ബാവയും സഹോദരങ്ങളെയും സ്നേഹാദരവോടെ അവിടെ സ്വീകരിച്ചു. സുവിശേഷ പ്രഘോഷണം നടത്തിയ ബാവയും സഹോദരന്മാരും അവിടെ ഒരു കൽക്കുരിശ് നാട്ടുകയും ഒരു ചാപ്പൽ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. മാർ അന്ത്രയോസ് ബാവ അന്ന് യാത്രയ്ക്ക് ഒരു വെള്ള കുതിരയെ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. ബാവ ഉപയോഗിച്ചിരുന്ന കുരിശും
തടി കൊണ്ടുള്ള കുതിരയും പുത്തൻകാവ് പള്ളിയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു. പുത്തൻകാവിൽ നിന്ന് പുറപ്പെട്ട മാർ അന്ത്രയോസ് ബാവായും സഹോദരന്മാരും പ്രക്കാനം, ഇളന്തൂർ എന്നീ പ്രദേശങ്ങളിൽ എത്തിച്ചേരുകയും അവിടെ ചാപ്പലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം 9 പള്ളികൾ മലങ്കരയുടെ വിവിധ ഭാഗങ്ങളിലായി മാർ അന്ത്രയോസ് ബാവ സ്ഥാപിച്ചു. പിന്നീട് കടമ്പനാട് വഴി കുണ്ട്രയിൽ എത്തിച്ചേർന്ന ബാവ കുണ്ട്രപ്പള്ളിയുടെ പള്ളിമേടയിൽ ഏറെ നാൾ താമസിച്ചു. 1682 മാർ അന്ത്രയോസ് ബാവ കല്ലടയിലേക്ക് യാത്ര തിരിച്ചു. കല്ലടയിൽ എത്തിയ ബാവ തന്റെ ശിഷ്ടകാലം ദേവമാതാവിന്റെ പേരിൽ 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ കല്ലട വലിയ പള്ളിയിൽ താമസിച്ചു. കുർബാന അർപ്പിക്കുകയും സുവിശേഷം അറിയിച്ചും പോന്നു. ഈ കാലയളവിൽ മാർ അന്ത്രയോസ് ബാവയുടെ മൂത്ത സഹോദരൻ ജോസഫ് മുളന്തുരുത്തിയിലെ പാലസാന കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കുകയും പള്ളിയോട് ചേർന്ന സ്രാമ്പിക്കലിൽ താമസിക്കുകയും ചെയ്തു. ജോസഫിന് ജനിച്ച 2 ആൺമക്കളുടെ കുടുംബങ്ങളാണ് പിന്നീട് മുളന്തുരുത്തിയിലെ ചാത്തുരുത്തി പള്ളത്തിട്ട കുടുംബവും കാട്ടുമങ്ങാട്ട് കുടുംബവും എന്ന് അറിയപ്പെടുന്നത്. പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അഞ്ഞൂറ്റിക്കാർ എന്നറിയപ്പെടുന്ന കാട്ടുമങ്ങാട്ട് ബാവാമാർ, ചാത്തുരുത്തി മൽപ്പാൻ, ബസേലിയോസ്, ജോസഫ് കാതോലിക്ക ബാവായും അനേക ശ്രേഷ്ഠ വൈദികരും ഈ കുടുംബങ്ങളിലെ പിൻതലമുറക്കാരാണ്. മാർ അന്ത്രയോസ് ബാവായുടെ ഏറ്റവും ഇളയ സഹോദരനായ ഗീവർഗീസ് പിന്നീട് കല്ലട പീടികയിൽ നിന്ന് വിവാഹം കഴിക്കുകയും അവിടെ ചീക്കൽക്കടവ് പാലത്തിന് സമീപം മാർ അന്ത്രയോസ് ബാവ വിശുദ്ധ വീട് എന്ന് സുറിയാനിയിൽ അർത്ഥമുള്ള മാറുവള്ളി കുടുംബത്തിൽ ഗീവർഗീസും തന്റെ കുടുംബാംഗങ്ങളും അവരുടെ തലമുറകളും താമസിച്ചു പോന്നു. അനേക വൈദികരും സാമൂഹ്യ നേതാക്കളും ഈ കുടുംബത്തിലെ പിൻതലമുറക്കാരായി ജനിച്ചു. സിറിയൻ വംശജരുടെ പിൻതലമുറക്കാരായ ഈ കുടുംബങ്ങൾ ഇപ്പോഴും അറിയപ്പെടുന്നു. മാർ അന്ത്രയോസ് ബാവ 1692 മലയാള മാസം കുംഭം 18 കല്ലടയിൽ കാലം ചെയ്തു. കുംഭം 19 തന്റെ സഹോദരന്മാരുടെ സാന്നിധ്യത്തിൽ കല്ലട വലിയ പള്ളിയുടെ മദ്ബഹായിൽ ബാവയെ അടക്കം ചെയ്തു. മാർ അന്ത്രയോസ് ബാവയുടെ കാലശേഷം ഇളയ സഹോദരനും സന്യാസിയുമായ റമ്പാൻ പുത്തൻകാവിലേക്ക് പുറപ്പെടുകയും തന്റെ ശിഷ്ടകാലം പുത്തൻകാവ് കുരിശുപള്ളിയിൽ താമസിച്ചു ശുശ്രൂഷിച്ചു പോന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം റമ്പാനെ അവിടെ അടക്കം ചെയ്തു. മാർ അന്ത്രയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും മാർച്ച് 2, 3 തീയതികളിൽ കല്ലട വലിയ പള്ളിയിലും സമീപ ദേവാലയങ്ങളിലും പുത്തൻകാവ്, മുളന്തുരുത്തി, കുണ്ട്ര, കുറുപ്പുംപടി, മണർകാട്, കരോട്ടപ്പള്ളിയിലും സമുചിതമായി ആഘോഷിക്കപ്പെടുന്നു. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥ നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.